നമ്മുടെ പ്രധാന റോഡുകളുടെ വശങ്ങളിലും ഹൈവേകളുടെ വശങ്ങളിലുമൊക്കെ ആണ് ഈ പെട്രോൾ ബങ്കുകൾ കൂടുതലുള്ളത്. നാട്ടിൻപുറ ഭാഗത്ത് ഉള്ള ചെറിയ റോഡിൻ്റെ സൈഡിലും കുറച്ചൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, പെട്രോൾ ബങ്കുകളുണ്ട്. ഈ ഹൈവേയിലൂടെയും ഇതുപോലെ പ്രധാന റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും അവർക്ക് പ്രാഥമിക കൃത്യനിർവഹണം, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് യഥാർത്ഥത്തിൽ ടോയ്ലറ്റുകൾ വേണം. ടോയ്ലറ്റുകളെന്ന് പറയുന്നത് അപ്പോൾ എല്ലാ പമ്പുകളിലും നിർബന്ധമാക്കിയിട്ടുണ്ട്, എല്ലാ പെട്രോൾ ബങ്കുകളിലും നിർബന്ധമാക്കിയിട്ടുണ്ട് ടോയ്ലറ്റുകൾ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റ് വേണം. അത് മിക്കവാറും സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ പലയിടത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതങ്ങ് പൂട്ടിയിട്ടേക്കും. ചെന്ന് തുടങ്ങിയാൽ അവിടെ അത് വർക്ക് ചെയ്യുന്നില്ല, അതിനകത്ത് വെള്ളമില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ന്യായങ്ങളൊക്കെ അവർ പറയും. അത്യാവശ്യമായിട്ടൊന്നും മൂത്രം ഒഴിക്കണം ഒരാൾക്ക്, അത് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്കാണെങ്കിൽ വളരെ കൂടുതൽ. സ്ത്രീകൾക്കാണെങ്കിൽ പിന്നെ നമ്മുടെ പുരുഷന്മാരാണെങ്കിൽ വേണമെങ്കിൽ നോക്കി റോഡിൻ്റെ വളവ് ഭാഗമൊക്കെ നോക്കിയിട്ട് വല്ല പുരയിടത്തിലോ എവിടെ ഇടവഴിയിലോ അങ്ങനെ കയറി ഇന്ന് മൂത്രം ഒഴിച്ചിട്ട് വരും. സ്ത്രീകൾക്ക് അങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ സ്ത്രീകൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെയുള്ള സംവിധാനം വേണം. അപ്പോൾ അത് പെട്രോൾ അടിക്കാൻ വെക്കുന്നവർക്ക് കൊടുക്കത്തുള്ളൂ, വേറെ ആർക്കും കൊടുക്കാൻ ഒക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു വിധി വന്നപ്പോൾ അത് ഒരവകാശമൊന്നുമല്ല, അത് വഴിയെ പോകുന്നവർക്കൊന്നും അതിൽ കയറാൻ പറ്റുകയല്ല എന്നുള്ള ഒരു ഉത്തരവ്, ഒരു യഥാർത്ഥ ഹൈക്കോടതിയുടെ ഒരു ഒബ്സർവേഷൻ വന്നപ്പോൾ ഞാൻ വളരെ നിരാശനായത് കണ്ടിട്ട്. പിന്നെ ഒരു മുൻ ന്യായാധിപൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു, സാറേ എന്ത് മണ്ടത്തരമായി പറയുന്നത്, ഇങ്ങനെ ഈ പെട്രോൾ ബങ്കുകളിലും ഇതൊക്കെ ഉള്ള ടോയ്ലറ്റുകളിൽ വഴിയെ പോകുന്നവർക്ക് അതിൽ യാത്ര ചെയ്യുന്നവർക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും? ശരിയാണ്, നമ്മുടെ ലോക്കൽ ബോഡീസിന് ഉത്തരവാദിത്വമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവർക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമുണ്ട്. പക്ഷെ അത് നോക്കാനുള്ള സംവിധാനമൊന്നുമില്ല. ഇതെന്തെങ്കിലും അവിടെ നിർമ്മിച്ചിടും, ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിസരത്തൂടെ ആളിന് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ദുർഗന്ധമാണ്. കാരണം അത് അത്രയും മോശമായിട്ട് നമ്മുടെ ആളുകൾ ഇത് ഉപയോഗിക്കും. ഇവിടെ ആ ഒരു അവബോധം ഇല്ലാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉള്ളതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം പബ്ലിക് ടോയ്ലറ്റ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല. ആവണമെന്നുണ്ടെങ്കിൽ അതിന് കാവലിന് ആൾ വേണം. ഒരു ചെറിയ പൈസ തുക ഈടാക്കിക്കൊണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ പണം ഈടാക്കിക്കൊണ്ട് ഇത് നടത്താനുള്ള ആളുകൾ കാണും. അങ്ങനെയുള്ള ഒരുപാടുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലായാലും വളരെ നല്ല രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. പലയിടത്തും അവിടെ പണം കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ അതിനകത്ത് കോയിൻ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഗേറ്റ് തുറക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ടത്. എന്നാൽ മിക്ക സ്ഥലങ്ങളിലും എല്ലാ മാളുകളിലും അതും ഇതെല്ലാം ഒന്നുമില്ല, അവിടെ ഒന്നും പണമൊന്നും കൊടുക്കണ്ട. ഇവിടുത്തെ മാളുകളിലും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ ഈ പെട്രോൾ ബങ്കുകൾ ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ബാധ്യതയുള്ളതെന്നൊന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഇപ്പം ഞങ്ങൾ പെട്രോൾ ബങ്ക് ഞങ്ങളുടെ കാശ് കൊടുത്ത് നടത്തുന്നു, ഞങ്ങളുടെ പുരയിടത്ത് ഞങ്ങൾ എടുത്ത വസ്തുവിൽ, ഞങ്ങളുടെ സ്വന്തം വസ്തുവിൽ പെട്രോൾ ബങ്ക് നടത്തുന്നു, അത് ഞങ്ങൾ പണം മുടക്കി ആണ് ഞങ്ങൾ ഈ കച്ചവടം നടത്തുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത് എന്തിനാന്നൊരു തോന്നൽ ഇവർക്ക് വരും. ആ തോന്നൽ വേണ്ട. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് റോഡുണ്ടല്ലോ, ആ റോഡുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ പെട്രോൾ ബങ്ക് ഉള്ളത്. ഈ വാഹനം ഉപയോഗിക്കുന്നവരുള്ളത് കൊണ്ടാണല്ലോ പെട്രോൾ ബങ്ക് ഉള്ളത്. ഈ റോഡുകളും ഈ വാഹനങ്ങളും ഒക്കെ ആരുടേതാണ്? പൊതുജനങ്ങളുടേതാണ്. റോഡെന്ന് പറയുന്നത് പബ്ലിക് റോഡാണ്, പബ്ലിക്കിൻ്റെ വകയാണ്, പെട്രോൾ ബങ്കുകാരുടെ വകയൊന്നുമല്ല. നിങ്ങൾക്ക് അതിൻ്റെ സൈഡിൽ പുരയിടം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പെട്രോൾ ബങ്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കറസ്പോണ്ടിങ് ലയബിലിറ്റിയും കൂടെ നിങ്ങൾക്കുണ്ട്. ഈ റോഡിൽ പോകുന്നവർക്ക്, ഈ വഴിയാത്രക്കാർക്ക് അതിനകത്ത് അവിടെ കയറി ഒന്ന് അത്യാവശ്യത്തിന് അവരുടെ പ്രാഥമിക കൃത്യനിർവഹണം നടത്താനുള്ള ഒരു സൗകര്യം അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്. പെട്രോൾ ബങ്ക് നടത്താൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടല്ലോ. അത് ഈ റോഡേ വണ്ടി പോകുന്നതുകൊണ്ടും റോഡേ ആളുകളുള്ളത് കൊണ്ടാണല്ലോ ഈ പെട്രോൾ ബങ്ക് നടക്കുന്നത്. ഇല്ലേ നടക്കുമോ? അപ്പോൾ പെട്രോൾ അടിക്കാൻ വരുന്നവർക്ക് മാത്രമേ ഇത് കൊടുക്കൂ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? മണ്ടത്തരമല്ലേ അതൊക്കെ പറയുന്നത്? വളരെ ആനമണ്ടത്തരം. ഏതായാലും കോടതിക്ക് അത് ബോധ്യപ്പെട്ടിട്ട് ഇപ്പോൾ നേരത്തെയുള്ള റെസ്ട്രിക്ഷൻ പിൻവലിച്ചു എന്ന് മനസ്സിലാക്കുന്നു.
അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു. വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ കടമയാണ്. പെട്രോൾ ബങ്ക് പ്രത്യേകിച്ച് നടത്തുന്നവരെന്ന് പറയുന്നവർ, ഞാൻ പറഞ്ഞില്ലേ, അവർ ഈ സൗകര്യങ്ങളെല്ലാം അവരുപയോഗിക്കുന്നുണ്ട്. അതായത് റോഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്നു. റോഡ് ആരെയാണ്? ഗവൺമെൻറ്റിൻ്റെയാണെന്ന് പറയുന്നത്. അല്ലല്ലോ, പൊതുജനങ്ങളുടെ വകയല്ലേ. അപ്പോൾ പൊതുജനങ്ങളുടെ റോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാമെങ്കിൽ, അതുമൂലം നിങ്ങൾക്ക് ഈ ബിസിനസ് നടത്താമെങ്കിൽ, ഒരു കറസ്പോണ്ടിങ് ആയിട്ട് തത്തുല്യമായിട്ടുള്ളൊരു ബാധ്യത നിങ്ങളുടെ ഭാഗത്തുണ്ട്. ഇതേപോലുള്ള സൗകര്യങ്ങൾ ഈ യാത്രക്കാർക്ക്, വഴിയാത്രക്കാർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. പിന്നെ അവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് എന്നുള്ള ബോർഡ് ഈ ലോക്കൽ ബോഡീസ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്. കാരണം ഒരു പെട്രോൾ ബങ്കിനകത്ത് അത് വേണം. അപ്പോൾ പിന്നെ അത് ബോർഡും കൂടെ വെച്ച് ഇവരേതാണ്ട് ചെയ്തു കൊടുത്ത രീതിയിൽ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ലോക്കൽ ബോഡീസ് അല്ലല്ലോ അത് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ലോക്കൽ ബോഡീസ് ഇത് ചെയ്തു കൊടുത്ത് കാണുന്നവരെയല്ലേ ഇതിലേക്ക് ആകർഷിക്കേണ്ട. അത്യാവശ്യക്കാർ മാത്രം ഉപയോഗിച്ചാൽ മതി. അത് ശരിയായി പരിപാലിക്കാനും അത് ഇതുപോലെ വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും തുറന്നു കൊടുക്കാനും ഉള്ള ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് പെട്രോൾ ബങ്ക് ഉടമകൾ തിരിച്ചറിയണം. അത് വേണം. അതില്ലാതെ റോഡിൽ വന്നവൻ റോഡിൽ മൂത്രം ഒഴിക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാട് പാടില്ല. നമ്മുടെ ഈ റോഡുകളെല്ലാം ഈ വൃത്തികേടാവുന്നതൊക്കെ എന്താണ്? ഈ അതായത് വളവ്, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മറവുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൂടെ പോയാൽ നമുക്ക് മൂക്ക് പിടിക്കാതെ പോകാൻ ഒക്കത്തില്ല. കാരണം മൂത്രത്തിൻ്റെ രൂക്ഷഗന്ധമാണ്, അത്രത്തോളം നാറ്റമാണ്. അതിൻ്റെ കാരണം എന്താ? ഈ ആളുകൾക്ക് ഇതിനുള്ള മാർഗമില്ലാത്തത് കൊണ്ടാണ്. നേരെ മറിച്ച് പോകുമ്പോൾ ഒരു പെട്രോൾ ബങ്കിൽ ഇതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് ആൾക്ക് അത് ഉപയോഗിക്കാമല്ലോ. പിന്നെ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതും ഇല്ലാത്തതും. അതായത് അത് പറയുന്നത് എന്താണെന്നറിയോ? എൻ്റെ അടുത്തൊരു പെട്രോൾ ബങ്കുകാരൻ പറഞ്ഞതാണ്. ഞാൻ ഇതിലെ വളരെ വൃത്തികേടായിട്ട് കിടന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതെന്താ ഇത് ഇങ്ങനെയൊക്കെ നോക്കി, നിങ്ങൾക്ക് ഇത് ഇങ്ങനെ വൃത്തികേടായിട്ട് ഇടുന്നത്? സാറേ, അത് ഈ വണ്ടിയിൽ വരുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അത് നമ്മുടെ തൊട്ടയലത്തെ സംസ്ഥാനത്തിൻ്റെ പേരാ പറഞ്ഞത്, അവിടെ നിന്നൊക്കെ വരുന്ന അവന്മാർ ഇത് ഉപയോഗിച്ച് വെള്ളമൊന്നും ഒഴിക്കത്തില്ല. അതൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഏതായാലും പെട്രോൾ ബങ്ക് നടത്തുന്നല്ലോ, അവിടെ ക്ലീനിങ് സ്റ്റാഫ് എപ്പോഴായാലും നിങ്ങൾക്ക് വേണമല്ലോ. ആ ക്ലീനിങ് സ്റ്റാഫിൻ്റെ ഒരു ചുമതലയാണ് ഇതും കൂടെ നോക്കേണ്ടത്. അത് നിങ്ങൾ ചെയ്യിപ്പിക്കണം. കാരണം ഇത് ഓരോരുത്തരും പരിശോധിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഗവൺമെൻറ് തന്നെ, ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ഒരു പരിശോധന ഇങ്ങനെയുള്ള ടോയ്ലറ്റുകളൊക്കെ ഒന്ന് പരിശോധിപ്പിക്കണം. കാരണം ഇത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണോ ഇത് പ്രവർത്തിക്കുന്നത്, ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് അവരും കൂടെ ഒന്ന് നോക്കണം. കാരണം ഇതൊരു പബ്ലിക് പ്രെമിസസ് ആണത് പെട്രോൾ ബങ്ക് എന്ന് പറയുന്നത്. പെട്രോൾ ബങ്ക് പുരയിടം അവരുടേതായിരിക്കും, അതൊക്കെ ശരിയായിരിക്കും, ആ വസ്തു സ്വന്തമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയുടെ പരിവേഷം ഉള്ളതാണത്. കാരണം വാഹനങ്ങൾ അവിടെ കൊണ്ടുവന്നിടാം, നമുക്കവിടെ അത്യാവശ്യത്തിന് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പാർക്ക് ചെയ്യാം. അതൊന്നുമില്ല. പിന്നെ ഈ ടയർ കാറ്റ് നിറയ്ക്കണമെങ്കിൽ കാറ്റ് നിറയ്ക്കാം. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളതല്ലേ. അങ്ങനെ വരുന്ന ഉടനെ അത് വെറും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഡീൽ ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങളും കൂടെ അവർ നിർവഹിക്കണം. അത് ഗവൺമെൻറ് ഏജൻസികളും ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് പരിശോധിക്കണം. പരിശോധിച്ച് ഇത് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈസൻസൊക്കെ സസ്പെൻഡ് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നോക്കണം.